ഒരു അപകട സമയത്ത് രക്ഷിക്കേണ്ടവർ തന്നെ ഒരാളുടെ ജീവൻ എടുക്കാനുള്ള കാരണമാകുക. അതാണ് ഡോക്ടറായ ഒരു യുവതിക്ക് സംഭവിച്ചത്. മഹാരാഷ്ട്രയിലെ സത്താറയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഒരു SIക്കെതിരെ സ്വന്തം കൈവെള്ളയിൽ ആത്മഹത്യാ കുറിപ്പെഴുതി വെച്ച് യുവതി ജീവൻ ഒടുക്കിയിരിക്കുകയാണ്. മഹാരാഷ്ട്ര ജില്ലാ ആശുപത്രിയിലെ വനിതാ ഡോക്ടറാണ് പോലീസ് സബ് ഇൻസ്പെക്ടർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജീവൻ ഒടുക്കിയത്. സത്താറയിലെ ഫൾട്ടൺ സബ് ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്തിരുന്ന ഡോക്ടറായിരുന്നു യുവതി. സ്വന്തം കൈപ്പത്തിയിൽ പോലീസുകാരനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഡോക്ടർ ഉന്നയിച്ചിരിക്കുന്നത്. 5 മാസത്തിനിടെ 4 തവണ ഗോപാൽ ബദ്നെ എന്ന SI തന്നെ ബലാത്സംഗം ചെയ്തതായി ഡോക്ടർ ആരോപിക്കുന്നു. പോലീസുകാരന്റെ നിരന്തരമായ പീഡനമാണ് താൻ ജീവനൊടുക്കാൻ കാരണമായതെന്നും അവർ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. 4 തവണ തന്നെ ബലാത്സംഗം ചെയ്തു. 5 മാസത്തിലേറെയായി തന്നെ ബലാത്സംഗത്തിനും മാനസികവും ശാരീരികവുമായ പീഡനത്തിനും ഇരയാക്കുന്നു. ഡോക്ടറുടെ കൈപ്പത്തിയിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു, എന്റെ മരണത്തിന് കാരണം പോലീസ് ഇൻസ്പെക്ടർ ഗോപാൽ ബദ്നെയാണെന്നും യുവതി എഴുതിയിട്ടുണ്ട്. ആരോപണ വിധേയനായ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ആത്മഹത്യ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ വിവാദത്തിന് കാരണമായിട്ടുണ്ട്. ഈ വനിതാ ഡോക്ടർ കഴിഞ്ഞ ജൂൺ 19-ന് ഫൾട്ടണിലെ തന്നെ സബ് ഡിവിഷണൽ ഓഫീസിലെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന് തന്നെ പീഡിപ്പിച്ച SI ഗോപാൽ ബദ്നെക്കെതിരെ പരാതി നൽകിയതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ പരാതിയിൽ ഡോക്ടർ തന്റെ കൈവെള്ളയിൽ കുറിച്ചിരുന്നതിന് സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നതായാണ് വിവരം. അത് തന്നെയാണ് രാഷ്ട്രീയ വിവാദത്തിന് കാരണമായതും. ആത്മഹത്യ ചെയ്യുന്നതിനും മാസങ്ങൾക്ക് മുൻപ് DSPക്ക് നൽകിയ കത്തിൽ ഫൾട്ടൺ റൂറൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ബദ്നെ അടക്കം 3 പോലീസുകാർക്കെതിരെയും ഡോക്ടർ ആരോപണം ഉന്നയിക്കുകയും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. SI ബദ്നെ, സബ് ഡിവിഷണൽ പോലീസ് ഇൻസ്പെക്ടർ പാട്ടീൽ, അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ ലഡ്പുത്രെ എന്നിവരുടെ പേരുകളാണ് കത്തിൽ പരാമർശിച്ചിരുന്നത്. താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും ഗുരുതരമായ ഈ വിഷയം അന്വേഷിക്കണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും അവർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ പരാതിയിൽ നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല, യുവതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കടുത്ത മാനസിക പ്രയാസങ്ങളും നേരിടേണ്ടി വന്നു. ഒരു യുവ ഡോക്ടറാണ് ഇത്തരത്തിലുള്ള ഒരു നിയമവ്യവസ്ഥയുടെ അനാസ്ഥ നേരിടേണ്ടി വന്നിരിക്കുന്നത്. ചില ഉദ്യോഗസ്ഥരുടെ ഇത്തരം മോശമായ ഇടപെടൽ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് ചോദ്യമുയർത്തുക തന്നെയാണ്. ഏതായാലും നിയമസംരക്ഷണയ്ക്ക് വേണ്ടി യാചിച്ച് ജീവൻ വെടിയേണ്ടി വന്ന ആ പാവ യുവതിക്ക് മരണശേഷമെങ്കിലും നീതി ലഭിക്കട്ടെ എന്ന് ആശിക്കാം.